നമുക്കൊരു ഓണസദ്യ ഒരുക്കിയാലോ? ഓണസദ്യക്കായുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ആദ്യമായി നമുക്ക് അവിയലുണ്ടാക്കിയാലോ? അവിയലിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പച്ചക്കായ, 2 പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്, 2 ക്യാരറ്റ്, ഒരു 5-6 ബീൻസ്. പയറാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കയ്യിൽ ബീൻസാണുള്ളത്, അതുകൊണ്ട് ബീൻസ് എടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം കൈപ്പക്ക, പിന്നെ 2 മുരിങ്ങാക്കായ, അതിന് വേണ്ട ഒരു നാളികേരത്തിൻ്റെ പകുതി, പിന്നെ 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, കുറച്ച്, പിന്നെ തൈര് വേണം. ഇനി നമുക്ക് ഇത് വേവിക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കുക്കറിലാണ് അവിയലുണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാം കുക്കറിലാവുമ്പോൾ. അതിന് ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ബീൻസ് ഇട്ട് കൊടുത്തു, ക്യാരറ്റ്, മുരിങ്ങക്കായ, പച്ചക്കായ, കയ്പ, 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇടാം, കുറച്ചിട്ട് കൊടുത്താൽ മതിയെ മഞ്ഞൾപ്പൊടി. ഇനി വേണമെങ്കിൽ നമുക്കിടാം. ഇനി ഇത് അടയ്ക്കാം. അതിൻ്റെ മുന്നേ കുറച്ച് വെള്ളം എടുക്കണം, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് അവിയലിലേക്കുള്ള ചേരുവ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം കൂടി ജാറിലേക്ക് ഇടാം. ഈ ഒരു പരുവാണ് വേണ്ടത്. ഈ ഒരു പരുവായിരിക്കണം. നമുക്ക് ഒന്നും അങ്ങനെ അധികം ഉടഞ്ഞിട്ടില്ല. ക്യാരറ്റ് ആണെങ്കിലും മുരിങ്ങക്കായ ആണെങ്കിലും എല്ലാം എടുത്ത് കഴിക്കാനുള്ള പാകത്തിനേ ഉള്ളൂ. ഇനി അതിലേക്ക് ഈ നടുവിലേക്കായിട്ട് നമുക്ക് ഈ അരപ്പുണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ച അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ബൗളിലാണ് തൈരെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് നമുക്ക് ഒഴിച്ച് നോക്കാം. പുളിക്കനുസരിച്ചായിരിക്കണം. എൻ്റെ തൈര് കുറച്ച് പുളി കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനൊരു ബൗളിലെടുക്കുന്നത്. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്ക് തിളയ്ക്കാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കണം ഇത്. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് തിളയ്ക്കുന്നുണ്ട് നോക്കാം. തിളയ്ക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് തിളച്ച് വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ അവിയൽ ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യും.